അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. വചനത്തിൽ ഇന്ന് വളരെയധികം സുന്ദരമായ രീതിയിൽ ഒരു ദർബാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബ രണ്ടാമതൊരു ദൃശ്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് വിശേഷിച്ച് ഗുരുപൂർണിമയാണ്. അപ്പോൾ ലോകത്തിലെ ഭക്തർ തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ പോയി അനേകം പ്രകാരത്തിലുള്ള ഉപഹാരങ്ങൾ അർപ്പിക്കും. മറുഭാഗത്ത് ബാബയുടെ വളരെ സുന്ദരമായ ദർബാർ കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ കാണിച്ചു തന്നു. ശിവ് ബാബ നിരാകാരനാണ്. ശിവ് ബാബയിൽ വിശേഷിച്ച് ഫലങ്ങളും പുഷ്പങ്ങളും അർപ്പിക്കുന്നു, കൂവളത്തില അർപ്പിക്കുന്നു. ബാബ പറഞ്ഞു, ബ്രഹ്മ ബാബയെയും പല വസ്തുക്കളുടെയും ഭോഗ് സ്വീകരിപ്പിക്കുന്നു. കമ്പൈൻഡ് ആയിരിക്കുമ്പോൾ ബാബ് ദാദയും ഒരുമിച്ച് ഭോഗ് സ്വീകരിക്കുന്നു. ബാബ കേൾപ്പിച്ചു, കുട്ടി, ഇന്ന് വിശേഷിച്ച് ഗുരുപൂർണിമയാണ്. ലോകത്തിൽ ഇന്നത്തെ ദിവസത്തിന് വളരെ വലിയ മഹത്വം കൽപ്പിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങളുടെ വിശേഷിച്ച് അമൃതവേള മുതൽ ധാരാളം കുട്ടികളുടെ സദ്ഗുരുവായ ബാബയെ പ്രതിയുള്ള സ്നേഹം നിറഞ്ഞ റിഗാർഡ് എന്ന് പറയാം, അത് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ചിലർ ബാബയോട് നമസ്തേയും പറയുകയായിരുന്നു, ചിലർ ആശംസകളും നൽകുകയായിരുന്നു. ബാബ പറഞ്ഞു, ലോകത്തിലാണെങ്കിൽ അല്പസമയത്തേക്ക് വേണ്ടി ഏതെങ്കിലും ഗുരു എന്തെങ്കിലുമൊക്കെ പ്രാപ്തികൾ ഉണ്ടാക്കിക്കും. എന്നാൽ നിങ്ങളെല്ലാ കുട്ടികളുടെയും സദ്ഗുരു ബാബയാണ്. ഒരു സദ്ഗുരുവിൻ്റെ രൂപത്തിൽ അനേകം കുട്ടികളെ അഥവാ അനേകം ആത്മാക്കളെ രക്ഷിക്കുന്നതിൻ്റെ കാര്യം ചെയ്യുന്നു. ഈ കലിയുഗി ലോകത്തിൽ നിന്നും മാറ്റി പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ പറഞ്ഞു, ഇത്രയും വലിയ കാര്യം, ഇത്രയും ശ്രേഷ്ഠമായ കാര്യം ഈ സദ്ഗുരുവായ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. ശിവ് ബാബ നിരാകാരൻ തന്നെയാണ്. എന്നാൽ ബ്രഹ്മ ബാബയുടെ സ്വരൂപം വളരെ സുന്ദരമായ രീതിയിൽ വളരെയധികം ശക്തികൾ നിറഞ്ഞ ബാബയുടെ ഗുണസ്വരൂപം, ആ സ്വരൂപം കാണപ്പെടുകയായിരുന്നു. ബാബ പറഞ്ഞു, ഏറ്റവും നമ്പർ 1 ആരാണ് ഫോളോ ചെയ്തത്? ബ്രഹ്മ ബാബ ശിവ് ബാബയെ ഫോളോ ചെയ്തു. ബാബ പറഞ്ഞു, ഈ കാര്യം ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യിക്കുവാൻ സാധിക്കില്ല. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. കേൾപ്പിച്ച ശേഷം ബാബ പറഞ്ഞു, വിശേഷിച്ച് ഇപ്പോൾ ഭട്ടിയിൽ ഏതെല്ലാം യുഗൾ ജോഡി വന്നിരിക്കുന്നുവോ, വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവോ? ബാബ പറഞ്ഞു, നല്ലതാണ്. അഥവാ സംഗമയുഗത്തിൽ യുഗൾ ജോഡിയായിരുന്നു കൊണ്ട് ഏക മതത്തിലൂടെ ഏക സംസ്കാരത്തിലൂടെയും വളരെ സ്നേഹത്തോടെ കഴിയുകയാണെങ്കിൽ ആ വീട് സംഗമത്തിൻ്റെ സമയത്തും സ്വർഗമായി മാറുന്നു. അതിനെയാണ് ബാബ പറയുന്നത്, ഓരോ വീടും സ്വർഗമായി മാറും എന്ന്. ബാബ പറഞ്ഞു, അതിൻ്റെ റിഹേഴ്സൽ ഈ സംഗമയുഗത്തിലാണ് നടക്കേണ്ടത്. അപ്പോൾ ബാബ നോക്കുകയായിരുന്നു. ബാബയുടെ വീട്ടിൽ ബാബയുടെ വെറൈറ്റി കുട്ടികൾ, ഇതിൽ യുഗൾ ജോഡിയുമുണ്ട്, ചില സിംഗിൾ മാതാക്കളും ഉണ്ട്. ബാബ പറഞ്ഞു, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷിച്ച സദ്ഗുരുവായ ബാബയുടെ വളരെയധികം സ്നേഹസ്മരണകൾ ബാബ നൽകുകയാണ്. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഇന്ന് വചനത്തിലും ഇത്രയും സുന്ദരമായ ഭോഗിൻ്റെ താലങ്ങൾ ബാബയുടെ സമീപം വച്ചിരിക്കുന്നത് കാണപ്പെട്ടു. ബാബയും വളരെ സ്നേഹത്തോടെ
അതിൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.